G7 സമ്മേളനത്തിന് പിന്നാലെ റഷ്യയുടെ യുക്രൈൻ വെടിനിർത്തൽ നിർദ്ദേശത്തെ വിമർശിച്ച ഇറ്റലിയും ജർമ്മനിയും. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി G7 ഔട്ട്റീച്ച് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. വെറും പ്രചാരണം മാത്രമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റേതെന്ന് ജോർജിയോ മെലോണിയും സ്വേച്ഛാധിപത്യ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ആകില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് സ്കോൾസും പറഞ്ഞു. റഷ്യയ്ക്ക് ഭാഗിക നിയന്ത്രണമുള്ള മേഖലകളിൽ നിന്നെല്ലാം യുക്രൈൻ സേനാ പിന്മാറ്റം ഉറപ്പാക്കിയാൽ വെടിനിർത്തൽ ആലോചിക്കാമെന്നാണ് പുടിന്റെ നിലപാട്. ഈ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ജർമ്മനിയും ഇറ്റലിയും. അന്താരാഷ്ട്ര തലത്തിൽ പ്രചാരണ വേല മാത്രമാണ് പുടിൻ നടത്തുന്നത് എന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയുടെ നിലപാട്. സ്വേച്ഛാധിപത്യ നിർദ്ദേശങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് സ്കോൾസും പറഞ്ഞു. യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച യുക്രൈൻ വെടിനിർത്തൽ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് മുന്നോടിയായാണ് റഷ്യയുടെ പ്രഖ്യാപനം. ആ സാഹചര്യത്തിൽ തന്നെ സ്വിസ് സമ്മേളനത്തിന്റെ പ്രതീക്ഷയും മങ്ങിയിരിക്കുകയാണ്. ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതിനെതിരെ ബ്രിട്ടനും റഷ്യയെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്നതിനെതിരെയും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.